Wow, such an awesome place, guys. Such an awesome place. ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാണെന്ന് നോക്കിയേ. ആ മറീന സാൻഡ് ബേ ഹോട്ടലാണത്. തൊട്ടപ്പുറത്ത് സയൻസ് മ്യൂസിയം. This is the beauty of Singapore. Wow, the Helix Bridge, സയൻസ് മ്യൂസിയം. ജസ്റ്റ് ഇങ്ങ് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് മറീന സാൻഡ് ബേ ആണ്. മറീന സാൻഡ് ബേ ഹോട്ടൽ. സയൻസ് മ്യൂസിയത്തിൻ്റെ മുമ്പിൽ കണ്ടോ മുഴുവൻ ആമ്പൽ നട്ടുവെച്ചേക്കുവാണേ. ഫാമിലി അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. സയൻസ് മ്യൂസിയത്തിലെ ഫ്യൂച്ചർ വേൾഡിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഫ്യൂച്ചർ വേൾഡ് മൊത്തം കളർഫുള്ളാണ് കാണുന്നത്. ദാറ്റ്സ് എ ഫ്ലോർ. നമ്മളിങ്ങനെ ഇവിടെ ഇങ്ങനെ ആർട്ട് വർക്കുകൾ ഇങ്ങനെ നമ്മൾ വരച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് നമ്മൾ ചെയ്യുന്ന ആർട്ടുകളാണ് ഇതിലിങ്ങനെ ഡിസ്പ്ലേ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ ഒരെണ്ണം ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. ഞാനെന്താണ് വരയ്ക്കണമെന്ന് എനിക്കറിയില്ല. പിള്ളേരെന്തോ വരയ്ക്കുന്നുണ്ട്. വൈഫോടെ മീനാണ് വരയ്ക്കണത്. ഗൈസ്, ഇതാണ് എൻ്റെ മ്യൂസിയത്തിലോട്ടുള്ള ഇവിടുത്തെ ഡൊണേഷൻ. ഫാമിലിയുടെ ഡ്രോയിങ് ഇതാണ്. വർഷം ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. മേഘയാണ് പൊളിച്ചേക്കുന്നത്. മേഘയുടെ നല്ല സൂപ്പറായിട്ടുണ്ട്. അടിപൊളി കണ്ടില്ല. ഇതുപോലെ നമ്മുടെ ഈ പടങ്ങളെല്ലാം ഇതിൽ ഓടി നടക്കും. അവർ സ്കാൻ ചെയ്തിട്ട് അത് കയറ്റി ലേസർ ഷോ ആയിട്ട് വിടും. ഇതിനകത്ത് എല്ലാ നടുക്കൂടെയൊക്കെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട് ആൾക്കാർ. പെട്ടെന്ന് നമ്മൾ നമ്മുടെ സമയം കളയാതെ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. നമ്മള് ഇത് അന്വേഷിച്ച് നമ്മൾ പോയല്ലോടി. വയസ്സ് എത്ര നാളല്ല. വളരെ കഷ്ടപ്പാടിന് ശേഷം ചെയ്തതാണ്. സമയക്കുറവുകൊണ്ട് ഫാസ്റ്റായിട്ട് ചെയ്തതാണ്. ഇതാണ് ഇപ്പം നമ്മൾ എഴുതിയേക്കുന്നത്. അനീഷ് ലവ് ഷാമിലി ഇന്ത്യ UK എന്നാണ്. ഇത് ഹോപ്പ്ഫുള്ളി ഇവിടെ കറങ്ങി നടക്കും. ഞാൻ ചെയ്ത വളറാണുള്ളത് ആ പോണത്.
എൻ്റെ സീഹോഴ്സ് പോണത് ഷാമിലിയാണ് വിങ്ങയിൽ കിടന്ന് ആടിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് കിഡ്സ് ചെയ്തിരിക്കുന്നത്. അത് വർഷയുടെ അപ്പുറത്ത് മേഘയുടെ. ഇങ്ങോട്ട് വരിക അത് ഞാൻ വരച്ചതാണ്. അവിടെ പോള് അത് അടാ ചെന്ന് ഓടിപ്പോയി. അത് നീ തൊടുമ്പോ ഓടിപ്പോവാ. ഓടിപ്പോവാ, നീ പിടി കൊടുക്കുന്നില്ല. ലീവ് ഹിം അലോൺ. അതിൽ നടക്കട്ടെ. എന്നിട്ട് വർഷയുടെ കൂടെയാ പോണേ. വർഷയുടെ അല്ലല്ല അതല്ല, സമാധാനം നടന്നോട്ടോ കേട്ടോ. ഇല്ല പിടി പിടിക്കല. എന്തേ ആ വർഷയും മെഹൻ ഡാഡി ഏരിയൽ ക്ലൈംബിങ് ചെയ്യുവാണ്. സയൻസ് മ്യൂസിയത്തിലെ ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആണ്. Where's Meha? Come forward, Meha. അവളെ ഉരുട്ടിച്ചടിക്കാൻ നോക്കോളാ. അത് ഞങ്ങളുടെ മേഘക്കുട്ടിയാണ്, ഞങ്ങളുടെ വർഷക്കുട്ടിയാണ്. യാഹിയ അതിനെ താഴോട്ട് നോക്കുമ്പോണ്ടല്ലോ ഫാസ്റ്റായിട്ട് പോകുന്നത് തോന്നും നമുക്ക്. കാല് വെക്കൊന്ന് നോക്കണം. ഫാസ്റ്റ് വണ്ടി ഇറങ്ങണ പോലെ ഇറങ്ങണൂടെ. How was it, Varsha? Fun? ഗാലറിയുടെ 3rd ഫ്ലോറിലുള്ള ഫാഷൻ ഡിസൈനിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ. ബ്യൂട്ടിഫുൾ. ഇത് ലേഡി ഗാഗ ആയിട്ട് ഡ്രസ്സ് കണ്ടേ. ഇതും ലേഡി ഗാഗയുടെ ഡ്രസ്സാണെന്ന് പറയണം. ലേഡി ഗാഗയുടെ അല്ല, ലേഡി ഗാഗ ധരിച്ചിട്ടുണ്ട്. ഫാഷൻ ഷോയ്ക്കൊക്കെ എവിടെയെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടാവും.
അപ്പം ഇതൊക്കെയാണ് ടെക്സ്റ്റൈൽസ് ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അല്ലേ? പക്ഷേ ഇതിൽ മുഴുവൻ ഈ ഫാഷൻ ഷോയിൽ കാണുന്ന പെണ്ണുങ്ങളാവട്ടെ ഇതിൽ മുഴുവൻ നിൽക്കുന്നത്. അയ്യോ, അറിയുന്ന ഒരാളോട് നിൽപ്പുണ്ടല്ലോ. ഈ ഫാഷൻ ആൾക്കാരൊക്കെ എങ്ങനെ ഈ സാധനം ഇങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്? എനിക്ക് ദൂരെ നോക്കുമ്പോൾ ഒരു ഡ്രസ്സായിട്ട് തോന്നുന്നില്ലെങ്കിലും ഫോക്കസ് ചെയ്ത് നോക്കുമ്പം ടു കോംപ്ലിക്കേറ്റഡ്. ഈ ടെക്സ്റ്റൈൽസിൻ്റെയൊക്കെ പിള്ളേർ സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ടെക്സ്റ്റൈൽസൊക്കെ എടുക്കുന്ന ഫാഷൻ ടെക്സ്റ്റൈൽസൊക്കെ. പാമ്പെല്ലാം കൂടെ ചുറ്റി കെട്ടിയിരിക്കണം. സ്നേക്ക് ഡ്രസ് ഓഫ് ഹാംപ്ടൺ. മറ്റേ 2 കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഈ ആർട്ട് സയൻസ് മ്യൂസിയത്തിൻ്റെ ഏറ്റവും മുകളിൽ വെർച്വൽ ഗാലറി ഉണ്ട്, പിന്നെ സിനിമയുണ്ട്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ്. അപ്പോൾ ഞങ്ങൾ എടുത്തേക്കുന്ന ടിക്കറ്റ് ഫ്യൂച്ചർ വേൾഡിൻ്റെ ടിക്കറ്റാണ്. അതിനകത്ത് ഇൻക്ലൂഡഡാണ് ഫാഷൻ ഷോയുടെ ടിക്കറ്റ്. അതിൻ്റെ ഗാലറിയിലാണ് നമ്മൾ ഇപ്പോൾ കയറിയിട്ട് ഇറങ്ങിയത്. അത് 3rd ഫ്ലോറിലാണ്. മറീന സാൻഡ് ബേ ഹോട്ടലിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു സംഭവമാണ്. ഇത് മുഴുവൻ ഇങ്ങനെ വെള്ളമാണ്. ചെറിയ ചെറിയ ഈ അലൂമിനിയത്തിൻ്റെ പൈപ്പ് പോലെ സാധനം മുറിച്ചിട്ട് വെച്ചിട്ട് അതേകൂടെ വെള്ളം ചാടിക്കൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ. ഗാർഡൻ ബൈ ദ ബേയിലോട്ട് പോകുന്ന വഴിയാണിത്. മറീന ബേ തന്നെയാണ്. നമ്മൾ പണ്ടത്തെ കാലത്ത് വീട് മേഞ്ഞുകൊണ്ടിരുന്ന പന നമ്മുടെ നാട്ടിലിപ്പോൾ അന്യം നിന്ന് പോയി, കാണാൻ പോലും ഇല്ല കേട്ടോ. സിംഗപ്പൂർ വന്നപ്പോൾ കണ്ടു.
flower dome now.